ഹായ് ഡീസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കശ്മീർ സീരീസിൻ്റെ 4ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഇതിന് മുൻപുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടുവെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കണേ. അപ്പോൾ നമ്മൾ പെഹൽഗാമിൽ ആര്യവാലിയിൽ ടെൻറ്റിലായിരുന്നു സ്റ്റേ ചെയ്തിരുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് നേരെ പെഹൽഗാമിലുള്ള പൈൻ ഹോട്ടൽസിലാണ് ഇന്നത്തെ സ്റ്റേ കേട്ടോ. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസോട് കൂടിയിട്ടുള്ള ഒരു ഹോട്ടലാണിത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കശ്മീരിൻ്റെ ഫുൾ വ്യൂ, നല്ല മനോഹരമായിട്ടുള്ള വ്യൂ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഹോട്ടലിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് ഫുൾ വുഡനിൽ ചെയ്തിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ അത് ഹോട്ടലിൽ നമ്മുടെ ലഗേജൊക്കെ വെച്ചിട്ട് നമ്മൾ ഇവിടെ അത്യാവശ്യം വാഷൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഇന്ന് 3 സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഹോട്ടൽ ഇന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ട്രാവലിൻ്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നത്. അപ്പോൾ സൈറ്റ് സീയിങ്ങിനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ 3 ലൊക്കേഷനിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലൊക്കേഷൻ നമ്മുടെ ചന്ദൻ വാലിയാണ്. അപ്പോൾ കശ്മീർ നമ്മൾ വന്നത് ഈ ഒരു ഏപ്രിൽ സീസൺ ആയതുകൊണ്ട് ഇവിടെ പൊതുവെ മഞ്ഞ് കുറവുള്ള സീസണാണ്. പക്ഷേ നമുക്ക് ഈ ഒരു ചന്ദൻ വാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കശ്മീരിലെ മഞ്ഞൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ വിചാരിച്ച് കശ്മീരിൽ വന്നിട്ട് എന്തായാലും മഞ്ഞ് കാണാതെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ മഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് ചന്ദൻ വാലിയിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഫുൾ ഇതുപോലെ മഞ്ഞ് മൂടിയ മലകളുടെ നല്ല വ്യൂ കാണാം. അതുപോലെ ഈ ചെറിയ ചെറിയ അരുവികളും വെള്ളച്ചാട്ടങ്ങളും എല്ലാം നമുക്ക് ഈ ഒരു വഴി പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സൈറ്റ് സീയിങ്ങിൽ അവർ ABC എന്നാണ് പറയുന്നത്. ആര്യവാലി, ബേതാബ് വാലി, ചന്ദൻ വാലി, അങ്ങനെ ഈ ഒരു 3 ലൊക്കേഷനിലാണ് നമ്മൾ ഇന്നത്തെ ഒരു എന്താ പറയുക നമ്മളിന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്ത് രസമാണെന്ന് നോക്കുക. ഫുൾ പൈൻ മരങ്ങളാട്ടോ. പൈൻ മരങ്ങൾ പോകുന്ന വഴിക്ക് നമുക്കിതുപോലെ മഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ മഞ്ഞ് സീസൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് എന്താ പറയുക, നല്ല ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞല്ല, പക്ഷേ നമുക്ക് ആ ഒരു മഞ്ഞിൻ്റെ നല്ലൊരു വ്യൂ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ മനോഹരമായിട്ടുള്ള കുറേ അരുവികളുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ നിർത്തിയിട്ട് ഒരുപാട് പേര് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളും ഈ ഒരു വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ മഞ്ഞ് കാണാനുള്ളൊരു സന്തോഷത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടൈമാണ് ഇതുപോലത്തെ വളരെ മനോഹരമായിട്ടുള്ള വ്യൂ ഒക്കെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ മഞ്ഞ് മൂടിയ മലനിരകൾ തന്നെ കാണുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, നല്ല ക്ലിയർ സ്കൈ ആണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ചന്ദൻ വാലി, അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മുടെ യാത്ര. അപ്പോൾ ഈ ഒരു സൈറ്റ് സീയിങ്ങിന് 3 ലൊക്കേഷൻസിലും കൂടി പോകുന്നതിനുള്ള ചാർജ് 2100 രൂപയാണ്. അപ്പോൾ സൈറ്റ് സീയിങ് നമുക്ക് 3 ലൊക്കേഷൻ, 4 ലൊക്കേഷൻ, 2 ലൊക്കേഷനൊക്കെ ആയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇവർ അറേഞ്ച് ചെയ്ത് തരും. പക്ഷേ മാക്സിമം 3 കൂടുതൽ ലൊക്കേഷൻസ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഈ ഒരു 3 ലൊക്കേഷൻസ് തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ കൂടുതൽ ടയേർഡാവും. അപ്പോൾ മാക്സിമം ഒരു ഡേ നമുക്ക് 3 ലൊക്കേഷനെ കാണാൻ പറ്റുള്ളൂ. കാരണം അത്രയധികം നമ്മൾ ടയേർഡായി പോകും. കാരണം ഇവിടുത്തെ ആ ഒരു ഹൈറ്റ്സിലേക്ക് പോകുമ്പോൾ നമ്മുടെ ടെമ്പറേച്ചറിലൊക്കെ ചെറിയ വേരിയേഷനൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. അപ്പോൾ മാക്സിമം നമ്മൾ ഒരു 3 ലൊക്കേഷനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ എനിക്കും ഇതുപോലെ ഈ ഒരു ഹൈറ്റ്സിലേക്ക് പോയപ്പോൾ നല്ല രീതിയിൽ ടെമ്പറേച്ചർ വേരിയേഷൻസ് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ട് വന്നായിരുന്നു. പക്ഷേ എങ്കിൽ കൂടി നമുക്ക് കാണാനുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അതൊക്കെ മൈൻഡ് ചെയ്യാണ്ട് നമ്മൾ ഫസ്റ്റത്തെ ലൊക്കേഷനിലെത്തി, ചന്ദൻ വാലിയിലെത്തി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും പേരുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഈ ഒരു ചന്ദൻ വാലിയിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രശസ്തമായിട്ടുള്ള തീർത്ഥാടന യാത്രയായിട്ടുള്ള അമർനാഥ് യാത്രയുടെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ചന്ദൻ വാലിയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് അമർനാഥ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ജൂലൈ ഓഗസ്റ്റ് ടൈമിലൊക്കെയാണ് അമർനാഥ്
അമർനാഥ് യാത്രയുടെ ആ ഒരു ടൈമൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ഇവിടെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഈ ഒരു സ്പ്രിംഗ് സീസണിൽ പോലും കശ്മീരിലെ മഞ്ഞുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ചന്ദൻ വാലി. അതുകൊണ്ട് തന്നെ ഇവിടെ മഞ്ഞ് കാണാനായിട്ട് ഒരുപാട് പേരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല തിരക്കാട്ടോ. അപ്പോൾ അതാ നമ്മൾ ആ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോവാണ്. അപ്പോൾ വണ്ടി താഴെ വരെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്ന് കയറുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ്, എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ മഞ്ഞ് കാണുന്നതും അതുപോലെ തന്നെ ഈ മഞ്ഞിലൂടെയൊക്കെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ മഞ്ഞൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, സന്തോഷമുണ്ട്. അപ്പോൾ അതാ നമുക്ക് ഇവിടെ വന്നപ്പോൾ നമ്മൾ മഞ്ഞ് ഇത്രയധികം ഉണ്ടാവും എന്ന് വിചാരിച്ചില്ല. ജസ്റ്റ് നമ്മൾ കണ്ടിട്ട് തിരിച്ചിറങ്ങാന്നുള്ള രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ മഞ്ഞിൽ യൂസ് ചെയ്യുന്ന ഗ്ലൗസോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് തണുപ്പൊട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായില്ല, കാരണം അത്രയധികം മഞ്ഞാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലും ഫോട്ടോസിലൊക്കെ കാണുന്ന പോലെയല്ല, നമ്മൾ റിയൽ ലൈഫിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് തണുത്ത് ഫ്രീസറിൽ കയറിയിരിക്കുന്ന അവസ്ഥ എന്ന് പറയില്ല, അതേ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലത് തെളിഞ്ഞ ക്ലൈമറ്റാണ്. അപ്പോൾ ഈ ഒരു ചന്ദൻ വാലിയിൽ ഇരുവശത്തായിട്ട് ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. ടീ ഷോപ്പുകളും അതുപോലെ ന്യൂഡിൽസും ഫ്രൂട്ട്സൊക്കെ കിട്ടുന്ന കുറേ ഷോപ്പുകളുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ഇവിടെ നിന്ന് ചെറിയ സ്നാക്സോ കാര്യങ്ങളൊക്കെ വാങ്ങുന്നതിനും വേണ്ടിയിട്ട് ഉള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ചന്ദൻ വാലിയിലെ മനോഹരമായിട്ടുള്ള വ്യൂ പോയിൻ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ടുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം.
അങ്ങനെ നമ്മളിതാ മഞ്ഞിലൊക്കെ കുറേ നേരം കളിച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ തണുപ്പ് കാരണം മഞ്ഞിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി. കാരണം അത്ര തണുപ്പാണ്. നമ്മൾ ഗ്ലൗസ് ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് നല്ല രീതിയിൽ തണുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു ചന്ദൻ വാലി. അപ്പോൾ ഇവിടെ വരുമ്പോഴും കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ പോകുന്നത് നെക്സ്റ്റ് ലൊക്കേഷനാണ്. അപ്പോൾ നെക്സ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ബേതാബ് വാലിയാണ്. അപ്പോൾ ബേതാബ് വാലിയിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ബേതാബ് വാലിയിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇതെല്ലാം. അപ്പോൾ പെഹൽഗാമിനും ചന്ദൻ വാലിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വാലിയാണ് ബേതാബ് വാലി. അപ്പോൾ ഹിന്ദി മൂവി ആയിട്ടുള്ള ബേതാബ് ഇവിടെ ഷൂട്ട് ചെയ്തതുകൊണ്ട് ആ ഒരു മൂവിനെ ഓർമ്മിപ്പിക്കുന്ന വിധ രീതിയിലാണ് ഇതിന് ബേതാബ് എന്ന പേര് നൽകിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട്, നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബേതാബ് വാലിയിലേക്ക് കയറുന്നതിന് മുന്നായിട്ട് ഇവിടെ എൻട്രി ഫീസ് ഉണ്ട്. അപ്പോൾ 60 രൂപയാണ് എൻട്രി ഫീസ്. അപ്പോൾ നമ്മൾ അത് എടുത്തതിന് ശേഷം മാത്രമേ ഇതിനകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ മനോഹരമായിട്ടുള്ളൊരു വാലിയാണ്. അപ്പോൾ കണ്ട ഇതുപോലെ പൈൻ മരങ്ങളും അതുപോലെ തന്നെ അരുവികളും എല്ലാമായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ എനിക്ക് ബേതാബ് വാലിയിൽ എത്തിയപ്പോഴേക്കും ട്രാവൽ ചെയ്തിട്ട് കുറച്ച് ടയേർഡായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇവിടെ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് ഈ ഒരു ബേതാബ് വാലിയുടെ അകത്തേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വാലിയുടെ ശരിക്കും നെയിം ഹജൻ വാലി എന്നാണ്. പക്ഷേ ബേതാബ് മൂവി ഷൂട്ട് ചെയ്തുകൊണ്ട് ആ ഒരു പേരിലാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഇതിനകത്തുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇതിനകത്ത് ഹോഴ്സ് റൈഡിങ്ങിനാണ് കൂടുതൽ പേര് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വാലിയുടെ സമീപത്തായിട്ട് ധാരാളം കുതിരകളെ നമുക്ക് വരുന്ന വഴിക്ക് കാണാൻ പറ്റും. പിന്നെ ഇതുപോലെ മനോഹരമായിട്ടുള്ള മരങ്ങളാണ്. അപ്പോൾ കുറേ ഫോട്ടോഷൂട്ടിനും വീഡിയോസിനും എല്ലാം പറ്റി നല്ല നല്ല വ്യൂസ് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നല്ല രസമാണ് ഈ ഒരു ബേതാബ് വാലി. അപ്പോൾ ഒരുപാട് സിനിമകളിലൊക്കെ ലൊക്കേഷനായിട്ടുള്ളൊരു പ്ലേസ് കൂടിയാണ് കേട്ടോ ബേതാബ് വാലി. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു പാലവും അതിന് ചുറ്റും ഇതുപോലെ മരങ്ങളും എല്ലാം ആയിട്ട് നല്ല രസമാണ് ബേതാബ് വാലി. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സ്ഥലമാണ്. അപ്പോൾ ഇവിടെ മഞ്ഞ് ടൈമിലൊക്കെ വരുമ്പോൾ ഇവിടെ ഫുൾ ഇങ്ങനെ മഞ്ഞ് മൂടി നിൽക്കുമായിരിക്കും. പക്ഷെ നമ്മൾ വന്നത് ഈ ഒരു സ്പ്രിംഗ് സീസണിലായതുകൊണ്ട് തന്നെ നമുക്ക് മഞ്ഞില്ലെങ്കിലും നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇവിടെയും ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഈ ഒരു കാശ്മീരി രീതിയിലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഇതിനകത്ത് ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബേതാബ് വാലി ഫുള്ളായിട്ടൊന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. അപ്പോൾ ഇതിനകത്ത് ചെറിയൊരു ഫുഡ് സ്പോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഫുഡൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ബേതാബ് വാലിയിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിറങ്ങി. അപ്പോൾ സൈറ്റ് സീയിങ് ആയതുകൊണ്ട് തന്നെ 3 ലൊക്കേഷൻസിൽ നമുക്ക് പോകേണ്ടതുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലൊക്കേഷനാണ് ബേതാബ് വാലി. അപ്പോൾ നമ്മൾ ഈ ഒരു ബേതാബ് വാലിയിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ആര്യു വാലിയാണ്. അപ്പോൾ നമ്മൾ ആര്യു വാലിയുടെ സമീപത്തായിട്ടായിരുന്നു ടെൻറ്റ് സ്റ്റേ ചെയ്തതെങ്കിലും ആര്യു വാലി ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ആര്യു വാലിയാണ്. അപ്പോൾ പഹൽഗാമിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ആര്യു വാലി. അപ്പോൾ ആര്യു വാലിയിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കാണുന്നതൊക്കെ. അപ്പോൾ കണ്ടില്ലേ ഫുൾ മരങ്ങളും ഇതുപോലത്തെ അരുവികളും എല്ലാം ആയിട്ട് ബ്യൂട്ടിഫുൾ വ്യൂ തന്നെയായിരുന്നു കേട്ടോ.
അപ്പോൾ നമ്മളിത് അങ്ങനെ ആരു വാലിയിലെത്തി. അപ്പോൾ ആരു വാലി എന്ന് പറയുന്നത് ഒരു ട്രെക്കിങ്ങിനൊക്കെ പറ്റിയ ഒരു സ്പോട്ടാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ട്രെക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ വളരെ അടിപൊളിയായിട്ടുള്ളൊരു സ്പോട്ടാണ്. ഇവിടെ ലിതർ നദിയുടെ സമീപത്തായിട്ട് നല്ല കുറേ ട്രെക്കിംഗ് സ്പോട്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നവർക്ക് നല്ല അടിപൊളി പ്ലേസാണ്. ഇത് കൂടാതെ ഇവിടെ വേറെ കുറേ ആക്ടിവിറ്റീസ്, പാരാഗ്ലൈഡിങ്ങും സിപ്പ് ലൈനും എല്ലാം ഈ ഒരു ആരു വാലിയിലുണ്ട്. പക്ഷേ ഈ ഒരു ആരു വാലിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഹോഴ്സ് റൈഡ് ചെയ്ത് ഒരു മലയുടെ മുകളിൽ ചെല്ലുമ്പോഴാണ് ഇവിടെ പാരാഗ്ലൈഡിങ് ഒക്കെ ഉള്ളത്. അപ്പോൾ ഷ്യാമിന് പാരാഗ്ലൈഡിങ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോഴേനും ക്ലൈമറ്റ് കുറച്ച് ഇഷ്യൂ ആയി. കശ്മീരിൽ ഫസ്റ്റ് മഴ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും ഫുൾ മഴയായിരുന്നു കേട്ടോ. അപ്പോൾ കശ്മീരിൽ എല്ലാ ഒരു ക്ലൈമറ്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മൾ വന്ന ടൈമിൽ അധികം മഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു സണ്ണി ക്ലൈമറ്റ് ആയിരുന്നു. അതിന് ശേഷം നമുക്ക് ചന്ദൻ വാലിയിൽ മഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതിന് ശേഷം നമ്മളിതാ ഈ ഒരു ആരു വാലിയിൽ വന്നപ്പോൾ ഫുൾ മഴയാണ്. അപ്പോൾ അതാ മഴയായിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ ഇവിടെ ഹോഴ്സ് റൈഡ് ചെയ്യണമെങ്കിൽ കുറച്ച് പാടാണ്. ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് ഹോഴ്സ് റൈഡ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ മഴയൊക്കെ വന്നുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ആരു വാലിയിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. കാരണം നല്ല മഴയും പെട്ടെന്ന് തന്നെ ഇവിടെ മഴ പെയ്ത് ഒരു ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു തിരിച്ചു പോകാമെന്ന്. അപ്പോൾ വന്നവരും എല്ലാവരും തന്നെ തിരിച്ചു പോകാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ കാശ്മീരിൻ്റെ പ്രത്യേകത അറിയാലോ, ആ ഒരു ക്ലൈമറ്റ് സീസൺ വരുമ്പോൾ എന്താ പറയുക, മഴയാണെങ്കിൽ നല്ല മഴ, മഞ്ഞാണെങ്കിൽ നല്ല മഞ്ഞ്, അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല മഴയായതുകൊണ്ട് നമ്മളത് ആരു വാലിയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ ഇറങ്ങുവാണ്. അപ്പോൾ അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു 3 സ്ഥലത്തെ സൈറ്റ് സീയിങ്ങിന് ശേഷം നമ്മൾ വീണ്ടും റൂമിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ നല്ല മഴയായതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ജേണി നമ്മൾ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ ടയേർഡായിരുന്നു. കാരണം 3 ലൊക്കേഷൻസിലാണ് നമ്മളിത് പോയത്. ആരു വാലി,
ഈ ചന്ദൻ വാലി. അപ്പോൾ ഈ ഒരു 3 ലൊക്കേഷൻസും തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. പക്ഷേ പെഹൽഗാമിൽ തന്നെയുള്ള 3 സ്ഥലങ്ങളായിരുന്നു. അപ്പോൾ 3 ലൊക്കേഷനും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെമ്മറി തന്ന സ്ഥലങ്ങളായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ ഈ ഒരു 3 സ്ഥലങ്ങളിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നേരെ റൂമിൽ വന്ന് റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ അതാ ഈ ഒരു റൂമിൽ വന്നു കഴിഞ്ഞപ്പോൾ നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. പുറത്തെ ആ ഒരു മനോഹരമായിട്ടുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റിയായിരുന്നു. ഈ ഒരു ഗ്ലാസ്സിലൂടെ നമുക്ക് ആ ഒരു മഴയൊക്കെ പെയ്യുന്ന നല്ലൊരു വ്യൂ കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഹോട്ടലിൻ്റെ പുറത്തെ വ്യൂ കേട്ടോ. അപ്പോൾ ഫുൾ ഈ ഒരു വുഡനിൽ ചെയ്തിരിക്കുന്ന റൂമാണ്. അപ്പോൾ ഇതിൻ്റെ ആർക്കിടെക്ചറൊക്കെ നല്ല മനോഹരമാണ്. അപ്പോൾ ഈ ഒരു ബാൽക്കണിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഹോട്ടലിൻ്റെ ഫുൾ വ്യൂ കണ്ടോ. ഇതുപോലെ മഴ പെയ്യുന്നതിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു മഞ്ഞ് മലകളുടെ ഒക്കെ നല്ല വ്യൂ കിട്ടും കേട്ടോ. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ. എനിക്ക് ഈ ഒരു സ്റ്റേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല ഒരു അടിപൊളി സ്റ്റേ തന്നെയായിരുന്നു കേട്ടോ. നല്ല വുഡൻ റൂംസിൽ നല്ല അടിപൊളി സ്റ്റേ തന്നെയായിരുന്നു. അപ്പോൾ പെഹൽഗാമിൽ തന്നെയായിരുന്നു ഈ ഒരു സ്റ്റേ. അപ്പോൾ കണ്ടോ നല്ല നൈസായിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഇവിടെ റെസ്റ്റൊക്കെ എടുത്ത് അപ്പോൾ എന്താ പറയുക, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏകദേശം 2 ദിവസം പെഹൽഗാമിൽ തന്നെ സ്റ്റേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെഹൽഗാമിലെ മിക്ക സ്ഥലങ്ങളും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും പറ്റിയിട്ടോ. അപ്പോൾ പെഹൽഗാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ കാശ്മീരിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് പെഹൽഗാം. അപ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് തന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ മഴ ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ അതിൻ്റെയൊക്കെ നല്ല വ്യൂ ഒക്കെ കണ്ടിങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. मंजिल से बेहतर लगने लगे നമ്മുടെ കാവ്യാണ്. അപ്പോൾ നമ്മൾ ഈവനിങ് ആയപ്പോൾ ഇവർ നമുക്ക് കാശ്മീരിൽ കാവ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇവിടുത്തെ കാവ തന്നെയാണ്. സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുള്ള കാവ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഡിന്നറിന് ന്യൂഡിൽസാണ് കഴിച്ചത്. അപ്പോൾ അങ്ങനെ ന്യൂഡിൽസ്, നല്ല ചൂട് ന്യൂഡിൽസൊക്കെ കഴിച്ചിട്ട് നല്ല മഴയായതുകൊണ്ട് നമ്മൾ റെസ്റ്റ് ചെയ്യുമായിരുന്നു ചെയ്തേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു പെഹൽഗാമിലെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ കാശ്മീരിലെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ